ഹായ്, നിങ്ങളുടെ ഫോണിലൊന്ന് നോക്കിയേ. എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്? ഒരു 10ഓ 15ഓ എന്തായാലും കാണും, അല്ലേ? പക്ഷെ അതിലെ എത്ര എണ്ണത്തിന് ശരിക്കും ഒരു ജീവനുണ്ട്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഓൺലൈൻ കൂട്ടായ്മകളെ കാലങ്ങളോളം സജീവമായി എങ്ങനെ നിലനിർത്താം എന്നതിനെക്കുറിച്ചാണ്. ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. സ്കൂൾ കൂട്ടുകാർ, കുടുംബം, ഓഫീസ്, അങ്ങനെ പലതും. പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് മിക്ക ഗ്രൂപ്പുകളും കുറച്ച് ഗുഡ് മോർണിംഗ് മെസ്സേജുകൾക്കപ്പുറം നിശബ്ദമായി പോകുന്നത്? എന്നാൽ ചില ഗ്രൂപ്പുകളോ വർഷങ്ങളോളം ഒരു കുടുംബം പോലെ സജീവമായി നിലനിൽക്കുന്നു. എന്തായിരിക്കും അതിന്റെയൊക്കെ രഹസ്യം? ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്കൊരു കഥ കേൾക്കാം. ഒരു സാധാരണ പൂർവ്വ വിദ്യാർത്ഥി വാട്സാപ്പ് ഗ്രൂപ്പിന്റെ കഥ. അവരുടെ വിജയങ്ങളിൽ നിന്നും അതിനേക്കാളും ഏറെ അവരുടെ പരാജയങ്ങളിൽ നിന്നും നമ്മുടെ സ്വന്തം ഓൺലൈൻ ഗ്രൂപ്പുകളെ മികച്ചതാക്കാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. ഒന്നാം ഭാഗം, ബന്ധങ്ങളുടെ ഒരു സ്വപ്നം. ഏതൊരു വലിയ യാത്രയും തുടങ്ങുന്നത് ഒരു ചെറിയ ചിന്തയിൽ നിന്നായിരിക്കുമല്ലോ. ഈ കമ്മ്യൂണിറ്റിയുടെ തുടക്കവും അതുപോലെ തന്നെയായിരുന്നു. പഴയ സൗഹൃദങ്ങളെ വീണ്ടും ഒരുമിപ്പിക്കാനുള്ള ഒരു വലിയ സ്വപ്നം. ഈയൊരു സ്വപ്നത്തിന് പിന്നിൽ വാപ്പ സാർ എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ശ്രീ ബഷീറായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം തന്റെ പഴയ സ്കൂൾ കൂട്ടുകാരെയെല്ലാം വീണ്ടും ഒരുമിപ്പിക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ആഗ്രഹം. അങ്ങനെയാണ് DHS 92-93 ബാച്ചിന്റെ കഥ തുടങ്ങുന്നത്. വാപ്പ സാറിന്റെയും അഭിലാഷ്, ഷൗക്കത്ത് എന്നിവരുൾപ്പെട്ട അദ്ദേഹത്തിന്റെ കോർ ടീമിന്റെയും കഠിനമായ പരിശ്രമം. അതിന്റെ ഫലമായി ഏതാണ്ട് 120 സഹപാഠികളെ ഒരൊറ്റ വാട്സാപ്പ് പ്ലാറ്റ്ഫോമിൽ അവർ ഒരുമിപ്പിച്ചു. സ്കൂൾ വരാന്തകളിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടുപോയെന്ന് കരുതിയ സൗഹൃദങ്ങൾ വീണ്ടും തളിർത്തു തുടങ്ങുകയായിരുന്നു. രണ്ടാം ഭാഗം, ഒരു ഡിജിറ്റൽ വീടിനുള്ള നിയമങ്ങൾ. 120 പേരെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് ആദ്യത്തെ പടി മാത്രമാണ്. പക്ഷെ അവരെ ഒരുമിച്ച് നിർത്തുന്നതിലാണ് ശരിക്കുള്ള വെല്ലുവിളി, അല്ലേ? അതിനവർ കണ്ടെത്തിയ മാർഗം ശക്തമായ ഒരു ഭരണഘടനയുണ്ടാക്കുക എന്നതായിരുന്നു. അവർ അതിനൊരു പേരുമിട്ടു, ബൈലോ. ഇത് വെറും നിയമങ്ങളായിരുന്നില്ല, മറിച്ച് ആ ഗ്രൂപ്പിന്റെ ഐക്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കാനുള്ള ചില ധാർമ്മികമായ തീരുമാനങ്ങളായിരുന്നു. അധികാരം ഒരാളുടെ കയ്യിൽ മാത്രം ഒതുങ്ങാതിരിക്കാൻ എല്ലാ വർഷവും അഡ്മിന്മാരെ മാറ്റുക, ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന മതരാഷ്ട്രീയ ചർച്ചകൾ പൂർണ്ണമായും ഒഴിവാക്കുക, പിന്നെ ഏറ്റവും പ്രധാനമായി പരസ്പരം ബഹുമാനിക്കുക, വ്യക്തിപരമായി ആരെയും ആക്രമിക്കാതിരിക്കുക. ഈയൊരു ശക്തമായ അടിത്തറയില് ആ ഗ്രൂപ്പ് ശരിക്കും അങ്ങ് പൂത്തുലഞ്ഞു. പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനപ്പുറം അതൊരു സപ്പോർട്ട് സിസ്റ്റമായി മാറി. അംഗങ്ങൾ അവരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പരസ്പരം താങ്ങായി നിന്നു. അതൊരു ഡിജിറ്റൽ അഡ്ഡയും പ്രതിസന്ധികളിൽ ഒരു താങ്ങും തണലുമായി മാറി. മൂന്നാം ഭാഗം, ഒരു കമ്മ്യൂണിറ്റിയിൽ വിള്ളലുണ്ടാകുമ്പോൾ. പക്ഷേ ഏതൊരു നല്ല കഥയിലുമെന്ന പോലെ ഇവിടെയും ഒരു ട്വിസ്റ്റ് വരാനിരിക്കുന്നുണ്ടായിരുന്നു. എത്ര മനോഹരമായി നട്ടുവളർത്തിയ പൂന്തോട്ടമായാലും അതിൽ കളകൾ വളരാൻ സാധ്യതയുണ്ടല്ലോ. ഈ ഡിജിറ്റൽ കുടുംബത്തിലും പതിയെ വിള്ളലുകൾ വീണു തുടങ്ങി. ആദ്യത്തെ പ്രശ്നം തുടങ്ങിയത് വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു കാര്യത്തിൽ നിന്നാണ്. ചില പുരുഷാംഗങ്ങൾ ഗ്രൂപ്പിൽ മദ്യപാന സദസ്സുകൾ സംഘടിപ്പിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും തുടങ്ങി. അവരുടെ ഉദ്ദേശം സൗഹൃദം വളർത്തുക എന്നതായിരുന്നു, സംശയമില്ല. പക്ഷേ സ്ത്രീകളടക്കമുള്ള ഒരു പൊതു ഇടത്തിൽ ഇത്തരം ചർച്ചകൾ ചിലർക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കി. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട പാഠം പഠിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം എത്ര നല്ലതാണെങ്കിലും അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഇതിനെതിരെ ചില സ്ത്രീ അംഗങ്ങൾ സംസാരിച്ചപ്പോൾ ചില പുരുഷാംഗങ്ങൾക്ക് അതൊരു പേഴ്സണൽ അറ്റാക്കായിട്ട് തോന്നി. സംഭാഷണം പതിയെ വാക്കുതർക്കങ്ങളിലേക്കും ഈഗോ പ്രശ്നങ്ങളിലേക്കും വഴിമാറി. അഡ്മിന്മാർ ഇടപെട്ട് താൽക്കാലികമായി പ്രശ്നം ഒതുക്കിയെങ്കിലും ആ മുറിവ് ഉള്ളിൽ തന്നെ കിടന്നു. ആളുകൾക്കിടയിലുള്ള വിശ്വാസത്തിൽ ഒരു ചെറിയ പോരൽ വീണു. ആ ആദ്യത്തെ മുറിവ് ഉണങ്ങാതെ നിന്നപ്പോൾ അടുത്ത പ്രതിസന്ധിക്ക് അത് വളമായി മാറി. ഇത്തവണത്തെ പ്രശ്നം ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിലൊന്നിനെ ചൊല്ലിയായിരുന്നു. അധികാര വികേന്ദ്രീകരണത്തിനായി ഉണ്ടാക്കിയ ആ അഡ്മിൻ റൊട്ടേഷൻ. നിയമപ്രകാരം വാപ്പസാറ് അടുത്ത അഡ്മിൻ പാനലിനെ പ്രഖ്യാപിച്ചപ്പോൾ ചിലരതിനെ ശക്തമായി എതിർത്തു. പഴയ പ്രശ്നങ്ങളും ഈഗോയുമെല്ലാം വീണ്ടും പുറത്തുവന്നു. ഈ തർക്കങ്ങളിലെല്ലാം മനംനൊന്ത് ആ ഗ്രൂപ്പുണ്ടാക്കാൻ ഏറ്റവുമധികം കഷ്ടപ്പെട്ട അതിന്റെ സ്ഥാപകനായ വാപ്പസാറ് ഒരു വാക്കുപോലും പറയാതെ നിശ്ശബ്ദനായി ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി. ആ ഗ്രൂപ്പിന്റെ ആത്മാവിനേറ്റ ഒരു വലിയ മുറിവായിരുന്നു അത്. സ്ഥാപകൻ പോയതോടുകൂടി ഗ്രൂപ്പിന്റെ ഒരു ദിശാബോധം തന്നെ നഷ്ടപ്പെട്ട പോലെയായി. അധികാരം ചിലരുടെ കയ്യിൽ ഒതുങ്ങിയപ്പോൾ
അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ ഒരു സാധാരണ അംഗത്തിന് മുന്നോട്ട് വരേണ്ടി വന്നു. അതാണ് നമ്മുടെ അടുത്ത കേസ് സ്റ്റഡി. പുതിയ അഡ്മിൻ പാനൽ വന്നപ്പോൾ നിയമങ്ങളൊക്കെ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു രീതിയിലും മറ്റുള്ളവർക്ക് വേറൊരു രീതിയിലുമായി. സ്വന്തം സുഹൃത്തുക്കൾ നിയമം ലംഘിച്ചാൽ കണ്ടില്ലെന്ന് നടിക്കും, മറ്റുള്ളവർക്കെതിരെ നടപടിയെടുക്കും. ഇതിനെതിരെ ശരണാഥ് എന്നൊരംഗം പലതവണ ശബ്ദമുയർത്തി. ഒരു പ്രതികരണവും കിട്ടാതായപ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് കാണിക്കാൻ അദ്ദേഹം പ്രതീകാത്മകമായി ഒരു നിയമം ലംഘിച്ചു. ഒടുവിൽ അഡ്മിന്മാർക്ക് അവരുടെ തെറ്റ് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്നോ? പ്രതിഷേധിച്ചതിന് അവർ ശരണാഥിനെതിരെ നടപടിയെടുത്തു. നിയമം സംരക്ഷിക്കാൻ ശ്രമിച്ചയാൾ തന്നെ നിയമലംഘകനായി മുദ്രകുത്തപ്പെട്ടു. 4ാം ഭാഗം, നിങ്ങളുടെ ഗ്രൂപ്പിനായുള്ള ഒരു വഴികാട്ടി. അപ്പോ ഈ ഗ്രൂപ്പിന്റെ ഉയർച്ചയുടെയും താഴ്ചയുടെയും കഥയിൽ നിന്ന് നമ്മുടെ സ്വന്തം കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി നമുക്കെന്ത് പാഠങ്ങൾ ഉൾക്കൊള്ളാനാകും? നമുക്കൊന്ന് നോക്കാം. ഈ കഥ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഹേയ്, ഇതുപോലെയൊക്കെ എന്റെ ഗ്രൂപ്പിലും സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന്. അതെ, ഇത് ആരുടെയും കഥയാവാം. അതുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങളെ നമുക്ക് നമ്മുടെ ഡിജിറ്റൽ കമ്മ്യൂണിറ്റികളെ മികച്ചതാക്കാനുള്ള ഒരു വഴികാട്ടിയാക്കി മാറ്റിയെടുക്കാം. അപ്പോ ഒരു വിജയകരമായ കമ്മ്യൂണിറ്റിയുടെ രഹസ്യം എന്താണ്? അതിന് പ്രധാനമായും 3 കാര്യങ്ങളുണ്ട്. 1, അതിന്റെ അടിത്തറ. അതായത്, എന്തിനാണ് ഈ ഗ്രൂപ്പ് എന്നൊരു ലക്ഷ്യം വേണം. എല്ലാവർക്കും ഒരുപോലെ ബാധകമാവുന്ന നിയമങ്ങൾ വേണം. 2, അതിന്റെ നടത്തിപ്പ്. അധികാരം പങ്കുവെക്കണം. തർക്കങ്ങൾ സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും പരിഹരിക്കണം. 3, അതിന്റെ ആത്മാവ്. സ്ഥാപകരെ ബഹുമാനിക്കുക, ചെറിയ സന്തോഷങ്ങൾ ഒരുമിച്ചാഘോഷിക്കുക, പഴയ തെറ്റുകളിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏത് ഡിജിറ്റൽ ഗ്രൂപ്പും ഒരു യഥാർത്ഥ കുടുംബം പോലെയാവും. ഈ കഥയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഒരുപക്ഷേ ഇതായിരിക്കും. നിയമങ്ങൾ നമുക്കൊരു ചട്ടക്കൂട് നൽകും, ശരിയാണ്. പക്ഷെ ഒരു കമ്മ്യൂണിറ്റിയെ ജീവനുള്ളതാക്കി നിർത്തുന്നത് അതിലെ അംഗങ്ങൾ തമ്മിലുള്ള വൈകാരികമായ ബന്ധമാണ്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നിയമം മാത്രം നോക്കി നിന്നാൽ പോരാ, പരസ്പരം മനസ്സിലാക്കാനും ക്ഷമിക്കാനും നമുക്ക് കഴിയണം. അതുകൊണ്ട് അവസാനമായി ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഗ്രൂപ്പുകൾക്ക് ഒരുപാട് നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ നിയമങ്ങൾക്കപ്പുറം പരസ്പരം താങ്ങും തണലുമാകുന്ന ഒരു ആത്മാവതിനുണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാവിയിരിക്കുന്നത്.